നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ, എല്ലാവർക്കും അയാസിസ് പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പുതിയ വീടിൻ്റെ വിശേഷങ്ങളുമായി ഞങ്ങൾ ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്ന എറണാകുളം ജില്ലയിലാണ്. മനോഹരമായൊരു ലോ ബഡ്ജറ്റ് വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായാണ് നിങ്ങൾ ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടാനും മറക്കല്ലേ. ഇങ്ങനെ ചെയ്താൽ മാത്രമാണ് ദിവസവും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോരോ പുതിയ വീടിൻ്റെയും പ്ലോട്ടുകളുടെയും വിശേഷങ്ങൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് വേണ്ടി കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. ഏതാണ്ട് 3,100 സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ 1,650 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമായും ഒരു സ്റ്റഡി റൂമായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിഴക്കമ്പലം 2020 പഞ്ചായത്തിൻ്റെ പരിധിയിൽ വരുന്ന ഈ വീട് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ഫ്ലഡ് എഫക്റ്റ് ഏരിയ അല്ല എന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ചുറ്റും കോമ്പൗണ്ട് വാളും സ്ലൈഡിങ് ഫോൾഡിങ്ങും ചെയ്യാവുന്ന വിധത്തിലുള്ള മെയിൻ ഗേറ്റാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ മുൻവശത്ത് കടുപ്പ കല്ലുകളാണ് വിരിച്ചിരിക്കുന്നത്. അതിൽ ആർട്ടിഫിഷ്യൽ ഗ്രാസും നൽകിയിട്ടുണ്ട്. ഒരു വലിയ കാറ് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നൽകിയിട്ടുണ്ട്. വീടിൻ്റെ സിറ്റ് ഔട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ ദർശനം വരുന്നത് പടിഞ്ഞാറ് ദിക്കിലേക്കാണ്. വീടിൻ്റെ മുൻവശത്തെ ഡോർ ഓപ്പൺ ചെയ്തകത്ത് കിടക്കുന്ന ഗസ്റ്റ് ലിവിംഗ് സ്പേസിലേക്കാണ്. മനോഹരമായൊരു ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. നല്ലൊരു TV യൂണിറ്റിൽ നൽകി നല്ല ഭംഗിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നു. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് അടുത്ത എൻട്രി വരുന്നത് വിശാലമേറിയ ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. നല്ല മനോഹരമായ ഡൈനിങ് സ്പേസ് നമുക്കിവിടെ കാണാം. വലിയൊരു ഡൈനിങ് ടേബിൾ യൂസ് ചെയ്യാനുള്ള സ്പേസ് നമുക്കിവിടെ ലഭിക്കുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്നു. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഒതുങ്ങിയ രീതിയിൽ തന്നെ വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നു. സെറയുടെ സയൻറ്റിഫിക് ഫിറ്റിംഗ്സുകളാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. മനോഹരമായൊരു ഓപ്പൺ കിച്ചണാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. മൾട്ടിവുഡിൽ പാർട്ടീഷൻ ചെയ്ത് നല്ല മനോഹരമാക്കിയിരിക്കുന്നു. കിച്ചൺ കൗണ്ടറെല്ലാം നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ധാരാളം കബോർഡ് വർക്കുകൾ ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷൻ തന്നെ ചെയ്തിട്ടുണ്ട്. തീർത്തും വാസ്തുശാസ്ത്രപരമായി തന്നെയാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചൻ്റെ ദർശനം വരുന്ന കിഴക്ക് ദിക്കിലേക്കാണ്. ധാരാളം വെന്റിലേഷൻ സൗകര്യം ഉറപ്പുവരുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു ഇലക്ട്രിക് ചിമ്മിനി എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ ടോപ്പിനായി ഉപയോഗിച്ചിരിക്കുന്നത് ബ്ലാക്ക് കളർ ഗ്ലോസി ഗ്രാനൈറ്റ് ആണ്. ഡൈനിങ് സ്പേസിൽ ഒതുങ്ങിയ രീതിയിലാണ് വാഷ് കൗണ്ടർ നിർമ്മിച്ചിരിക്കുന്നത്. ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടറാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മാത്രമല്ല ഷെൽഫുകളെല്ലാം നൽകി നല്ല ഭംഗിയിൽ തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്കിനി ഇവിടുത്തെ ബെഡ്റൂമുകളൊന്ന് പരിചയപ്പെടാം. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. ഈ വീടിന് ടോട്ടലായി വരുന്നത് 3 ബെഡ്റൂമുകൾ പ്ലസ് ഒരു സ്റ്റഡി റൂമാണ്. അതിൽ ഫസ്റ്റ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മാത്രമല്ല അറ്റാച്ച്ഡ് ബാത്റൂമും വാർഡ്രോബ് സൗകര്യത്തോടു കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളാണ് ബാത്റൂമിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ ഫസ്റ്റ് ഫ്ലോർ ഒന്ന് പരിചയപ്പെടാം. സ്റ്റെയർകേസ് നൽകിയിരിക്കുന്നത് ലിവിംഗ് സ്പേസിൽ നിന്ന് തന്നെയാണ്. സ്റ്റെയർകേസിൽ ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും ഹാൻഡ് റെയിനായി സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ് നൽകിയിരിക്കുന്നത്. സ്റ്റെയർകേസ് കയറി നേരെ ചെന്നെത്തുന്ന അപ്പർ ലിവിംഗ് ഏരിയയിലേക്കാണ്. മനോഹരമായൊരു അപ്പർ ലിവിംഗ് ഏരിയയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. TV യൂണിറ്റ് നമുക്കിവിടെ ലഭ്യമാണ്. നല്ല നീളത്തിലുള്ള ഒരു ലിവിംഗ് സ്പേസാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. മാത്രമല്ല TV യൂണിറ്റും നമുക്ക് അവൈലബിൾ ആണ്. ഫോൾ സീലിംഗ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ സെക്കൻഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി തന്നെയാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കുകൾ ഇവിടെയും ചെയ്തിട്ടുണ്ട്. മനോഹരമായ രീതിയിൽ നല്ല സ്പേഷ്യസ് ആയ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ബാത്റൂം സൈഡിലേക്ക് പോയ സെറയുടെ സാനിറ്ററി ഫിറ്റിംഗ്സുകളോട് കൂടി തന്നെയാണ്. നല്ല നീളത്തിലുള്ള ഒരു ബാത്റൂമാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വെന്റിലേഷൻ സൗകര്യങ്ങളെല്ലാം നൽകിയിട്ടുണ്ട്. ഹോട്ട് വാട്ടർ ലഭിക്കാനുള്ള പ്രത്യേക സജ്ജീകരണങ്ങളെല്ലാം ലഭ്യമാണ്. ഇവിടുത്തെ തേർഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയ ബെഡ്റൂമാണ് നമുക്ക് ഇവിടെയും ലഭിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്ക് ഇവിടെയും ചെയ്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമും ഒരു ഡ്രസ്സിങ് ഏരിയയും മാത്രമല്ല വാർഡ്രോബ് സൗകര്യങ്ങളെല്ലാം നൽകി തന്നെയാണ് ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മനോഹരമായ രീതിയിലാണ് ഈ ബെഡ്റൂം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല നീളത്തിലുള്ളൊരു ബാത്റൂമും നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇവിടെയും 10 വർഷത്തോളം ഗ്യാരണ്ടി ഉറപ്പ് നൽകുന്ന സാനിറ്ററി ഫിറ്റിംഗ്സുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയൊരു വീടാണ്. വി ഗാർഡിൻ്റെ വയറുകളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. GMൻ്റെ സ്വിച്ചസുകളും മാത്രമല്ല നല്ല പ്രീമിയം ക്വാളിറ്റിയിലുള്ള ടൈൽസുകളാണ് ഈ വീടിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടുത്തെ സ്റ്റഡി റൂം അല്ലെങ്കിൽ യൂട്ടിലിറ്റി റൂമാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ബാൽക്കണിയാണ്. നല്ല സ്പേഷ്യസ് ഒരു ബാൽക്കണിയാണ് നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. ചുറ്റും വീടുകളെല്ലാം ഉള്ള നല്ല മനോഹരമായൊരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. തീർത്തും വിശ്വസിച്ച് വാങ്ങാൻ പറ്റിയൊരു വീടാണ്. ഈ ഒരു ലൊക്കേഷൻ കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്റർ മാത്രം ദൂരമാണ് വരുന്നത്.
കൂടാതെ എടപ്പള്ളിയിലേക്ക് 12 കിലോമീറ്റർ ദൂരവും ആലുവ മെട്രോ സ്റ്റേഷനിലേക്ക് 7 കിലോമീറ്ററോളം ദൂരവും തൊട്ടടുത്തുള്ള രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 3-3.5 കിലോമീറ്റർ മാത്രം ദൂരവും തൊട്ടടുത്തുള്ള ബസ് സ്റ്റോപ്പിലേക്ക് വെറും 350 മീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. എല്ലാം കൊണ്ട് നല്ലൊരു ലൊക്കേഷനിലും നല്ലൊരു വീടാണ്. തീർത്തും ബ്രാൻഡഡ് ഐറ്റംസ് ഇട്ട് മാത്രം നിർമ്മിച്ചൊരു വീടാണത്. ഈ വീടിന് ചോദിക്കുന്ന വില 58 ലക്ഷം രൂപയാണ്. വില സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. ഇനി ഈ വീട് വാങ്ങാൻ നിങ്ങൾക്ക് ലോൺ ആവശ്യമുണ്ടെങ്കിൽ ഒരു 56 ലക്ഷം രൂപ 55 ലക്ഷം രൂപ ഈ വീടിന് ഞങ്ങൾ ലോൺ എടുത്തും നൽകുന്നതാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. മറ്റു വീഡിയോയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം.